ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൺട്രോൾ സിസ്റ്റംസ് ആണ്. കൺട്രോൾ സിസ്റ്റംസിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ റൂട്ട് ലോക്കസ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡായി. അതിന് ചെറിയ 2-3 കാര്യങ്ങൾ അതിന് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി വരുന്ന ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, റൂട്ട് ലോക്കസായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു കൺസെപ്റ്റും കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് റൂട്ട് കോണ്ടൂർ. ഓക്കെ, റൂട്ട് കോണ്ടൂർ. അപ്പോൾ ആക്ച്വലി എന്താണിത് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ സിസ്റ്റത്തിലെ ഒന്നോ അല്ലെ അതിലധികമോ സിസ്റ്റം പാരാമീറ്ററുകൾ വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേരിയബിളിൻ്റെ കോമ്പിനേഷനിലും നമുക്ക് ഈ റൂട്ട് ലോക്കസ് വരയ്ക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ റൂട്ട് കോണ്ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരു സിസ്റ്റത്തിനെ ഫിക്സഡ് ആക്കി വയ്ക്കില്ല, ഒരു വേരിയബിളിനെ ഫിക്സഡ് ആക്കി വയ്ക്കും. എന്നിട്ടാണ് മറ്റേ വേരിയബിൾ വേരി ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, റെയർ കൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് നമുക്കൊന്ന് നോക്കാം. പറഞ്ഞു വന്ന പോയിൻ്റ് ഇതാണ്: when more than one parameter is varied, when more than one parameter is varied and root locus is drawn, and root locus is drawn for every combination of variables. Okay, for every combination of variables it is said to be റൂട്ട് കോണ്ടൂർ. ഇതിനെ വിളിക്കുന്ന പേരാണ് റൂട്ട് കോണ്ടൂർ. ഓക്കെ, അതായത് റൂട്ട് കോണ്ടൂറിൽ ഞാൻ പറഞ്ഞപ്പോൾ സപ്പോസ് നിങ്ങളുടെ അടുത്ത് 2 വേരിയബിൾ ഉണ്ട്, എയും ബിയും. ഓക്കെ, എയും ബീൻ്റെ വാല്യൂസ് നമുക്കറിയാം. ഇവ എന്താണ് 0 മുതൽ ഇൻഫിനിറ്റി വരെ ഉണ്ടാവും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഈസ്, നമ്മൾ റൂട്ട് ലോക്കസ് പ്ലോട്ട് ചെയ്യണം. ഇഫ് യു ആർ പ്ലോട്ടിങ് ദ റൂട്ട് ലോക്കസ് വിത്ത് ഒരു വാല്യൂവിനെ ഫിക്സഡ് ആക്കി വയ്ക്കും. ഫിക്സഡ് ആക്കി വെക്കുന്ന സപ്പോസ് 1 എ എന്ന് പറഞ്ഞ 2 വേരിയബിളിനെ എ ഫിക്സഡ് ആക്കി വെക്കുന്നു. എന്നിട്ട് വേരി ചെയ്യുന്നത് ആരെയാണ്? ബീനെയാണ്. അപ്പോൾ 0 ലെസ് ദാൻ ബി ലെസ് ദാൻ ഇൻഫിനിറ്റി, അതിനെ വേരി ചെയ്യുന്നു. ഇനി അടുത്തതിൽ എ 2 കൊടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബി വേരി ചെയ്യുന്നു. അതുപോലെ എ 3 കൊടുക്കുന്നു, പിന്നെ ബി വേരി ചെയ്യുന്നു. അങ്ങനെ 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 പോകുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരെണ്ണം ഫിക്സഡ് ആക്കി മറ്റതിനെ വേരി ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന ഇതിനാണ് റൂട്ട് കോണ്ടൂർ എന്ന് പറയുന്നത്. അതായത് ഒരു റൂട്ട് കോണ്ടൂറിലപ്പം എത്ര റൂട്ട് ലോക്കസ് വരും? കുറേ മൾട്ടിപ്പിൾ റൂട്ട് ലോക്കസ് വരും. കാരണം ഈ ഓരോ പോയിന്റിനെയും ഫിക്സഡ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ റൂട്ട് ലോക്കസ് വരും. ഓക്കെ, അപ്പോൾ റൂട്ട് കോണ്ടൂർ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, മൾട്ടിപ്പിൾ റൂട്ട് ലോക്കസ് വിൽ ബി കമ്പൈൻഡ്ലി കോൾഡ്. മൾട്ടിപ്പിൾ റൂട്ട് ലോക്കസ് വിൽ ബി കമ്പൈൻഡ്ലി കോൾഡ് റൂട്ട് കോണ്ടൂർ. ഓക്കെ, അപ്പോൾ റൂട്ട് കോണ്ടൂർ എന്ന് വെച്ചാൽ കുറേ റൂട്ട് ലോക്കസുകളെ മൾട്ടിപ്പിളി കമ്പൈൻ ചെയ്ത് വിളിക്കുന്നതിനാണ് റൂട്ട് കോണ്ടൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പ്രോബ്ലങ്ങളിൽ അനലൈസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഫോർ എ ക്വസ്റ്റ്യൻ, പ്ലോട്ട് റൂട്ട് കോണ്ടൂർ. ഓക്കെ, റൂട്ട് കോണ്ടൂർ ഓഫ് സിസ്റ്റം തരുന്ന സിസ്റ്റത്തിന് റൂട്ട് കോണ്ടൂർ നിങ്ങൾ അസ്യൂം ചെയ്യുക K10 ആണെന്ന് ഈ സിസ്റ്റത്തിൽ അസ്യൂം ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ദ സിസ്റ്റം. K divided by S into S plus 1 into S plus 8. ഇവിടെ C of S. ഓക്കെ, ഇതാണ് നമ്മുടെ സിസ്റ്റം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ റൂട്ട് കോണ്ടൂർ എങ്ങനെ പ്ലോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ റൂട്ട് ലോക്കസ് വരക്കൽ തന്നെയാണ്. ഓക്കെ, ആക്ച്വലി അപ്പോൾ റൂട്ട് ലോക്കസ് വരക്കുന്നത് എന്താ ചോദിച്ചാൽ, നമ്മളിവിടെ വേരിയബിളുകൾ അനലൈസ് ചെയ്യും. ഇവിടെ 2 വേരിയബിളുകളുണ്ട്. ഏതൊക്കെ? ആൽഫയുണ്ട്, കെയും ഉണ്ട്. ശരിയല്ലേ? ആൽഫയുണ്ട്, കെയും ഉണ്ട്. അപ്പം റൂട്ട് കോണ്ടൂറിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വേരിയബിൾ ഫിക്സ് ചെയ്യണം. 1 വേരിയബിൾ
ഷുഡ് ബി ഫിക്സഡ്. ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന വേരിയബിൾ ഏതാ? ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ്? 10. അതായത് K10 എന്നുള്ളതാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ K10 ഫിക്സ് ചെയ്ത് നമ്മൾ ആൽഫ വേരി ചെയ്തിട്ടാണ് നമ്മൾ റൂട്ട് ലോക്കസ് വരയ്ക്കുന്നത്. ഓക്കെ, ആൽഫ വേരി ചെയ്തുകൊണ്ടാണ് നമ്മൾ റൂട്ട് ലോക്കസ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം ഇതിനെ നമ്മൾ ആൽഫേൻ്റെ ടേംസിലേക്ക് നമ്മൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനെ കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. അതായത് ഗെയിൻ K ഉണ്ട്, അത് നമ്മൾ ആൽഫേൻ്റെ ടേംസിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അറിയണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താ പറയുന്നത്? 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് എന്ന് പറയുമ്പോൾ K ഇൻറ്റു എസ് പ്ലസ് എ എസ് പ്ലസ് ആൽഫ എന്നല്ല പറഞ്ഞത്, എസ് പ്ലസ് ആൽഫ ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 8 ഈക്വൽ ടു 0. സോ എസ് പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 8 പ്ലസ് K ഇൻറ്റു എസ് പ്ലസ് ആൽഫ ഈക്വൽ ടു 0. നമുക്കറിയാം ഇവിടെ K എത്ര തന്നിട്ടുണ്ട്? 10. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വിൽ ബി എസ് ഇൻറ്റു, നമ്മളിന്ന് മാറ്റി ചെയ്യുന്നുണ്ട്, 9s പ്ലസ് 18 പ്ലസ് 10 ആൽഫ വിൽ ബി 0. 10 ഇപ്പുറത്തെടുത്തിട്ടുണ്ട്. ഓക്കെ, 10s ഇപ്പുറത്തെടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് വരുന്നത്. ഓക്കെ, 10 ആൽഫ ഈക്വൽ ടു 0. ഇതിനെ നമ്മൾ 1 പ്ലസ് ജി എസിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റണമെങ്കിൽ ഇതിനെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യണം അല്ലേ? 1 പ്ലസ് 10 ആൽഫ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 3 ഇൻറ്റു എസ് പ്ലസ് 6 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിപ്പോൾ ഏത് ഫോമിലാണല്ലേ? 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഈക്വൽ ടു 0 എന്നുള്ളത് ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മളെ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് അല്ലേ ഈ ടേം? ഏത് ടേം? 10 ആൽഫ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 3 ഇൻറ്റു എസ് പ്ലസ് 6. അതായത് നമ്മളൊരു പുതിയ ഫംഗ്ഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു ജി ഓഫ് എസിൻ്റെ എച്ച് ഓഫ് എസിന് വിത്ത് റെസ്പെക്ട് ടു ഏത്? വിത്ത് റെസ്പെക്ട് ടു ആൽഫ. ക്ലിയർ? ആൽഫ വിത്ത് റെസ്പെക്ട് നമ്മൾ പുതിയൊരു ഇത് ടേം ഡിറൈവ് ചെയ്തു. അത് ആൽഫ നമ്മൾ ഗെയിനെ നമ്മൾ ഈ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? മാറ്റി. ഓക്കെ, ഇതിലേക്ക് മാറ്റിയിട്ട് പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം? റൂട്ട് ലോക്കസ് വരയ്ക്കാം. ഓക്കെ, കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങളുടെ ഇനീഷ്യലി നമ്മളുടെ ആൽഫ എന്ന് പറയുന്നത് എവിടെയായിരുന്നു? 0-ലായിരുന്നു. അതൊരു 0 ടേമാണ് അല്ലേ? മുകളിൽ വരയ്ക്കുന്ന 0 അല്ലേ? ഇതിപ്പോൾ എവിടെ എത്തി? ആൽഫ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ നമ്മൾ ആ സീറോസിനെ മാറ്റിയിട്ട് നമ്മൾ ഏതിലേക്ക് കൊണ്ടുവന്നു? പോൾസിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് റൂട്ട് ലോക്കസ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റി അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രോസസ്സിന് പറയുന്നതാണ് റൂട്ട് കോണ്ടൂർ. ഓക്കെ, ആൽഫ ആക്ച്വലി 0-ലായിരുന്നു, അതിനെ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്തു? ഗെയിനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഗെയിനിലേക്ക് കൺവേർട്ട് ചെയ്തു, എന്നിട്ട് റൂട്ട് ലോക്കസ് വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഗെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റൂട്ട് കോണ്ടൂർ. റൂട്ട് കോണ്ടൂറിൽ ഇനി വരയ്ക്കാൻ പ്രശ്നം ഉണ്ടാവില്ല, കാരണം ബാക്കി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബാക്കി ഈസി ആയിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യുന്ന നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആദ്യം നമ്മൾ ആക്സിസ് വരക്കും അല്ലേ? എന്നിട്ട് നമ്മൾ പോൾസ് മാർക്ക് ചെയ്യും. പോൾസ് ഏതൊക്കെയാണ്? നമ്മുടെ കയ്യിലുള്ള പോളുകൾ, ദ പോൾസ് വി ഹാവ് ആർ 0 ഉണ്ട്, പിന്നെ ഏതാണ്? -3 -6 -3 -6 ശരിയല്ലേ? ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് പോൾസിൻ്റെ ഇടയിൽ റൂട്ട് ലോക്കസും ഉണ്ടാവും. ലോക്കസ് ഉണ്ടെന്ന് മാത്രമല്ല, അവിടെ ഒരു ബ്രേക്ക് അവേ പോയിന്റും കൂടി ഉണ്ടാവും. ശരിയല്ലേ? പിന്നെ നമ്മളെങ്ങനെ റൂട്ട് ലോക്കസ് ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മളിവിടെ ഒരു പോയിന്റ് വയ്ക്കുക, റൈറ്റിലേക്ക് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു ഈ ഓടെയുള്ളൂ, അപ്പോൾ ഇവിടെ റൂട്ട് ലോക്കസ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 പോയിന്റ്, അപ്പോൾ ഇവിടെ റൂട്ട് ലോക്കസ് ഇല്ല. ഇനി ഇവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, അപ്പോൾ ഇവിടെ റൂട്ട് ലോക്കസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു റൂട്ട് ലോക്കസ് ഉണ്ട്. ക്ലിയർ? അപ്പം അവിടെ ഇവിടെ റൂട്ട് ലോക്കസ് ഉണ്ടെന്ന് മാത്രമല്ല, ഇവിടെ ഒരു ബ്രേക്ക് അവേ പോയിന്റ് ഉണ്ടാവും, കാരണം 2 പോൾസിൻ്റെ ഇടയിലാണത് വരുന്നത്. ഓക്കെ, അപ്പം ബ്രേക്ക് അവേ പോയിന്റ് വന്നുകൊണ്ട് നമ്മൾ സെൻട്രോയിഡ് കാണണം. സെൻട്രോയിഡ് എന്താണ്? സം ഓഫ് റിയൽ പാർട്സ് ഓഫ് പോൾ. റിയൽ പാർട്സ് ഓഫ് പോൾ ഏതൊക്കെയാണ്? 0, -3, -6 ഡിവൈഡ് ബൈ P - Z. എത്ര പോൾസാണ് ഉള്ളത് നമ്മൾക്ക്? പുതിയ ഫംഗ്ഷനിൽ എത്ര പോൾസാണ് ഉള്ളത്? 3 പോള്. എത്ര 0 ഉണ്ട്? ഒന്നുമില്ല. മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം. ഇവിടെ 3 പോളും ഒറ്റ 0 ഇല്ല. അപ്പോൾ ഡിവൈഡഡ് ബൈ P - Z ഡിവൈഡഡ് ബൈ 3. സോ ഇക്വേഷൻ വിൽ ബി -3. ശരിയല്ല? അപ്പോൾ -3 തന്നെയാണ് നിങ്ങളുടെ സെൻട്രോയിഡ്.
-3 സെൻട്രോയിഡ്. അപ്പോൾ സെൻട്രോയിഡിൽ നിന്ന് എന്ത് ചെയ്യണം? അസിംപ്റ്റോട്ട്സ് വരക്കണം. ശരിയല്ലേ? അസിംപ്റ്റോട്ട്സിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 2 × 0 + 1 / 3 × 180. അപ്പോൾ 60. പിന്നെ എത്ര വരിക? ഇറ്റ് വിൽ ബി 180 300. അത് നമ്മൾ നേരത്തെ കണ്ടതല്ലേ. അപ്പോൾ എത്ര വരും? ഇത് ഇങ്ങോട്ടേക്ക് 60, ഈ സൈഡിലേക്ക് 180, ഈ സൈഡിലേക്ക് 300. ക്ലിയർ? ഇവിടെ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ പൂളിൽ നിന്ന് ഇത് ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ. ദെൻ ഇവിടെ നമ്മളെങ്ങനെയാണ് ബ്രേക്ക് വേ പോയിന്റ് പഠിക്കുക? ഇവിടെ എവിടെയെങ്കിലേക്കും ബ്രേക്ക് വേ പോയിന്റ്. ഇനി അത് കണ്ടുപിടിക്കാനും നിൽക്കണ്ട, നിങ്ങൾക്കത് കിട്ടും. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനറിയില്ല. അപ്പോൾ ബ്രേക്ക് വേ പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കുക. അങ്ങനെ 1 + g of s = 0 എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നമുക്കിപ്പം കിട്ടിയ സാധനത്തിൽ നിന്ന് തന്നെ ബ്രേക്ക് വേ പോയിന്റ് dk/ds = 0 എടുത്ത് നിങ്ങൾക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് വേ പോയിന്റ് കിട്ടും. ബ്രേക്ക് വേ പോയിന്റ് വിൽ ബി ടെൻഡിങ് ടുവേർഡ്സ് യുവർ അസിംപ്റ്റോട്ട്. അസിംപ്റ്റോട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ, അസിംപ്റ്റോട്ടിൻ്റെ അടുത്തേക്ക് ഇറ്റ് വിൽ ബി ലീവിങ്. സോ അത്തരത്തിലേക്ക് അത് ലീവ് ചെയ്യുന്നുണ്ടാവും. അത് നമുക്കറിയാം. അസിംപ്റ്റോട്ടിലേക്ക് ടെൻഡ് ചെയ്യലാണ് ഇതിൻ്റെ റൂട്ട് ലോക്കസിൻ്റെ മെയിൻ പർപ്പസ്. അപ്പോൾ അതാണ് അതിൻ്റെ ഫങ്ഷൻ. ക്ലിയർ അല്ലേ? മെയിനായിട്ട് ആ കോൺസ്റ്റൻറ്റ് മാറുന്നത് പറഞ്ഞു തരാനുള്ളൊരു പ്രോബ്ലം ആയിരുന്നു ഇത്. ഓക്കെ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം. ഇഫ് ദ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ g of s × h of s = k × s + 8 / s × s + 2, then find the value of k on the root locus diagram at s = -10. s -10 ആകുമ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ ലൂപ്പ് ലൈനിൽ കെയുടെ വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് റൂട്ട് ലോക്കസ് ഡയഗ്രാം ഒക്കെ വരക്കേണ്ടി വരും. ആക്ച്വലി ഇതൊന്നും വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പറയാറില്ല ഈ റൂട്ട് ലോക്കസ് മൊത്തം വരച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അല്ല, ഇവിടെ പറഞ്ഞിട്ട് വാല്യൂ ഓഫ് കെ ആണ് കാണേണ്ടത്. നമ്മൾ ആദ്യം ബേസിക്സിൽ പഠിച്ചിരുന്നു കെ എന്ന് പറയുന്ന വാല്യൂ കാണാൻ നിങ്ങൾ ഏത് കണ്ടീഷൻ യൂസ് ചെയ്താൽ മതി? മാഗ്നിറ്റ്യൂഡ് കണ്ടീഷൻ യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആംഗിൾ കണ്ടീഷൻ ഏതൊക്കെ റൂട്ട്സ് എവിടെയൊക്കെ ലൈ ചെയ്യുന്നതെന്നും നമ്മളുടെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മളെ മാഗ്നിറ്റ്യൂഡ് കണ്ടീഷനാണെന്ന് പറഞ്ഞില്ലേ? എന്താണ് മാഗ്നിറ്റ്യൂഡ് കണ്ടീഷൻ പറയുന്നത്? യുവർ മോഡുലസ് ഓഫ് g of s × h of s = 1. ശരിയല്ലേ? അപ്പോൾ നമുക്ക് കിട്ടും മോഡുലസ് ഓഫ് k × s + 8 / s × s + 2 = 1. ഈ s = -10 എന്ന ഈ സാധനം ഇതിലേക്ക് പുട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? മോഡുലസ് ഓഫ് k × -10 + 8 / -10 + 2 mod = 1. So k into -10 + 8 എന്ന് പറഞ്ഞാൽ 2 / 10 into 8 = 1. അപ്പോൾ k = 10 into 8/2. യുവർ ആൻസർ വിൽ ബി 40. നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും? 40 കിട്ടും. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇത്തരത്തിലാണ് നമ്മൾ ഈ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? സിമ്പിൾ പ്രോബ്ലം അല്ലേ? നമ്മൾ ആ കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്കത് ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. പ്രോട്ട് ദ ലൂക്കസ് ഓഫ് ക്ലോസ് ലൂപ്പ് പോൾസ് of negative feedback system whose OLTF g of s × h of s = -k / s × s + 4 0 k infinity 0 less than k less than infinity. ഓക്കെ, ഇത് ഒരു വെറൈറ്റി പ്രോബ്ലം ആണ്. ഓക്കെ, നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം തന്നെയാണ് അവർ പറയുന്നത്. റൂട്ട് ലോക്കസ് പ്ലോട്ട് ചെയ്യാനേ പറയുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ g of s ൻ്റെ k of s നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ -k ആണ് വരുന്നത്. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ടെർമിനോളജി കണ്ടിട്ടില്ല. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ എഴുതും. 1 + g of s × h of s = 0. ദാറ്റ് ഈസ് 1 - k / s × s + 4 = 0. ശരിയല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് 1 - ഇപ്പോൾ ഇത് നിലവിൽ എങ്ങനെയുള്ളത്? 1 - g of s × h of s = 0 എന്നുള്ള ലെവലിലുള്ളത്. ഇത്തരത്തിലാണ് ഇപ്പോൾ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ 1 + g of s × h of s = 0 എന്നാണ് വരാറ്. പക്ഷേ ഇവിടെ ഫംഗ്ഷനിൽ നെഗറ്റീവ് വന്നുകൊണ്ട്
ഇത്തരത്തിൽ എഴുതേണ്ടി വന്നു അല്ലേ. ഇങ്ങനെ 1 മൈനസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഈക്വൽ ടു 0 എന്ന് വരികയാണെങ്കിൽ ഇത്തരത്തിലെ കാര്യങ്ങളെ വിളിക്കുന്ന, ഇത്തരത്തിലെ റൂട്ട് ലോക്കസിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലിമെൻ്ററി റൂട്ട് ലോക്കസ്. ഇതെന്താണ്? കോംപ്ലിമെൻ്ററി റൂട്ട് ലോക്കസ്. ഓക്കെ, ഈ കോംപ്ലിമെൻ്ററിൻ്റെ റൂട്ട് ലോക്കസ് വരയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, ഇതൊരു പുതിയ കൺസെപ്റ്റിനാണ് ആക്ച്വലി. കോംപ്ലിമെൻ്ററി റൂട്ട് ലോക്കസ് വരയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിനും ഇതേപോലെ റൂട്ട് ലോക്കസ് പോലെ കുറേ റൂൾസ് ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാ റൂൾസും നമ്മൾ ഓർക്കേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് എല്ലാ റൂളുകളും നമ്മുടെ റൂട്ട് ലോക്കസ് പോലെ തന്നെയാണ്, എക്സെപ്റ്റ് 3 റൂൾസ്. ഒന്നാമത്തെ റൂള് എക്സെപ്ഷൻ, അതായത് റൂട്ട് ലോക്ക് ഇതിൽ മാത്രം വരുന്ന എക്സെപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഒരു പോയിൻ്റ് എങ്ങനെയാണ് റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്നത് മനസ്സിലാക്കുക. നിങ്ങൾ ആ പോയിൻ്റ് എടുത്തിട്ട് അവിടെ നിന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഓഡ് നമ്പർ ഓഫ് പോൾസ് അല്ലെങ്കിൽ ഓഡ് നമ്പർ ഓഫ് സീറോസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട് അല്ലേ. ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ, എ സെക്ഷൻ ഓഫ് റിയൽ ആക്സിസ് ലൈ ഓൺ കോംപ്ലിമെൻ്ററി റൂട്ട് ലോക്കസ്, അതിനാണ് ഞാൻ CRL എന്ന് എഴുതുന്നത്. ഇഫ് ടു ദ റൈറ്റിലേക്ക് തന്നെയാണ് നോക്കേണ്ടത്, അതിൽ മാറ്റമൊന്നുമില്ല. ഒരു പോയിന്റ് എടുക്കുക, റൈറ്റിലേക്ക് നോക്കുക. there are ഈവൺ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇപ്പം ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഇവിടെ നിന്ന് ഓഡ് നമ്പർ ഓഫ് പോൾസ് ആണ് സാധാരണ റൂട്ട് ലോക്കസ് ആണ്. കോംപ്ലിമെൻ്ററി റൂട്ട് ലോക്കസിൻ്റെ പ്രത്യേകത ഇങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഈവൺ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് ആണോ ഒബ്റ്റെയിൻ ചെയ്യുന്നത് നോക്കണം. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ് കമ്പയർ ടു യുവർ റൂട്ട് ലോക്കസ്. രണ്ടാമത്തെ ഡിഫറൻസ് ഇൻ ദ കേസ് ഓഫ് ആംഗിൾ ഓഫ് അസിംപ്ടോട്ട്. ആംഗിൾ ഓഫ് അസിംപ്ടോട്ട് എന്ന് പറഞ്ഞാൽ തീറ്റ ഈക്വൽ ടു, നമ്മൾ അവിടെ പറഞ്ഞിരുന്നത് 2n+1 ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ പി മൈനസ് സെഡ് ആയിരുന്നു. ഇവിടെ 2n, അവിടെ 2n+1 ഇൻറ്റു പൈ ആയിരുന്നു. ഇവിടെ 2n+1 ഇൻറ്റു പൈ അല്ല, ഇവിടെ വെറും 2n പൈ ആണ് ഡിവൈഡഡ് ബൈ പി മൈനസ് സെഡ് വേർ n ഈക്വൽ ടു 0, 1, 2, 3. ഇതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഡിഫറൻസ് അത്ര നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അത് നമ്മളെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചറിൻ്റെ ആംഗിളാണ്. 180 പ്ലസ് GH' ആയിരുന്നെങ്കിൽ ഇവിടെ 0 പ്ലസ് ആൻഡ് 0 മൈനസ് GH' ആവും. ഓക്കെ, ബാക്കി GH' ഡിറൈവ് ചെയ്യുന്ന മെത്തഡിലൊന്നും ഒരു മാറ്റമില്ല. മെത്തഡ് ഓഫ് ഡെറിവേഷൻ ഓഫ് GH ഈസ് സെയിം. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഡിഫറൻസുകൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോംപ്ലിമെൻ്ററി റൂട്ട് ലോക്കസ് വരക്കാം. ഈ മൂന്ന് ഡിഫറൻസുകളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമുള്ളത്. ഓക്കെ, ബാക്കിയെല്ലാം സിമിലർ ടു യുവർ റൂട്ട് ലോക്കസ് തന്നെയാണ്. ഈ മൂന്ന് ഡിഫറൻസുകൾ നമ്മൾ നോട്ട് ചെയ്യണം. കോംപ്ലിമെൻ്ററി ചോദിക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ, അതിൽ വലിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. റെയർ ക്വസ്റ്റ്യനാണ്, പക്ഷേ കോംപ്ലിമെൻ്ററി വന്നു കഴിഞ്ഞാൽ ഈ ഡിഫറൻസുകൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ ഇവിടെ എത്ര പോൾസ് ഉണ്ടെന്ന് എഴുതണം. പോൾസ് എത്ര എണ്ണം, അതുപോലെ സീറോസ് എത്ര എണ്ണം എന്നുള്ള കാര്യം അനലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ പോൾസ് ഈക്വൽ ടു 2, സീറോസ് ഈക്വൽ ടു 0, ശരിയല്ലേ? അപ്പോൾ പോൾസ് 2ഉം സീറോസ് എത്രയാണ്? 0 ആണ്, ശരിയല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കാം 2 ബ്രാഞ്ചസ് ടെർമിനേറ്റിംഗ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ 2 ബ്രാഞ്ച് ടെർമിനേറ്റിംഗ്. അപ്പോൾ അത് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ റൂട്ട് ലോക്കസ് വരയ്ക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്. റൂട്ട് ലോക്കസ് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം പോൾസ് ഫിക്സ് ചെയ്യണം. പോൾസ് എവിടെയൊക്കെയാണ് ലൈ ചെയ്യുന്നത്? ഒന്ന് 0-ലുണ്ട്, പിന്നെ ഒന്ന് -4-ലുണ്ട്. ഒന്ന് -4-ലും ഒന്ന് 0-ലും, ശരിയല്ലേ? അപ്പോൾ അത് കിട്ടി. ഇനി ഇവിടെ റൂട്ട് ലോക്കസ് ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യും? നിങ്ങൾ ഈ പോയിന്റ് കൺസിഡർ ചെയ്യുക, എന്നിട്ട് നോക്കുക. അപ്പോൾ എന്താ മനസ്സിലാവുന്നത്? റൈറ്റിലേക്ക് ഒരു എന്താ ഉള്ളത്? പോളാണുള്ളത്. ഒരു പോളുണ്ടെങ്കിൽ കോംപ്ലിമെൻ്ററി റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യില്ല. കോംപ്ലിമെൻ്ററി റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 പോള് വേണം, അല്ലെങ്കിൽ 2 സീറോ വേണം. അപ്പോൾ ഇവിടെ കോംപ്ലിമെൻ്ററി റൂട്ട് ലോക്കസ് ഇല്ല. ഓക്കെ, ഇനി ഇവിടെ വെച്ച് നോക്കുക. ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2
പോൾസ് കിട്ടിയതുകൊണ്ട് തന്നെ ഇവിടെ ആരുണ്ടാവും, ഇവിടെ കോംപ്ലിമെൻ്ററി റൂട്ട് ലോക്കസ് ഉണ്ടാവും. ഇവിടെ കോംപ്ലിമെൻ്ററി റൂട്ട് ലോക്കസ് എക്സിസ്റ്റ്. ഹിയർ നോ CRL എക്സിസ്റ്റ്. ഇനി ഇവിടെയും കൂടി നമുക്ക് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഈ റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല ഇൻ ദ സെൻസ് അത് 0 നമ്മൾ ഈവൺ ആക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെയും എന്തുണ്ട്, ഒരു കോംപ്ലിമെൻ്ററി റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ഹിയർ ഓൾസോ. ഇവിടെയും ഒരു കോംപ്ലിമെൻ്ററി റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു, അത് ഇവിടെ അപ്ലൈ ചെയ്തു, ശരിയായി. ഇനി അസിംപ്റ്റോട്സിൻ്റെ കാര്യം നോക്കാം. എത്ര ആംഗിളിലാണ്, നമുക്ക് ബ്രാഞ്ചസിൻ്റെ ഡയറക്ഷൻ മനസ്സിലാവണം. അപ്പോൾ എത്ര ആംഗിളിലാണ് പോകുന്നത് നമ്മൾ അറിയണം അല്ലേ? അപ്പോൾ തീറ്റ ഈക്വൽ ടു 2 ഇൻറ്റു n0 ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ p മൈനസ് z എത്രയാണ്, 2. അപ്പോൾ 0 എന്നുകൊണ്ട് 0, തീറ്റ 0. അടുത്ത തീറ്റ 1 0, തീറ്റ 2 2 ഇൻറ്റു 1 ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ 2, അതായത് പൈ തന്നെ 180 ഡിഗ്രീസ്, ശരിയല്ല? അപ്പോൾ രണ്ട് ആംഗിളുകൾ കിട്ടി, എത്ര, 0 ഡിഗ്രിയും 180 ഡിഗ്രിയും. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതന്നെയല്ലേ ഡിഗ്രി, ഇതല്ലേ ഡിഗ്രിയാണ്. അപ്പം ഇതൊരു 0 ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് 180 അല്ലേ? അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് 0 ഇങ്ങോട്ടേക്ക് 180. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന റൂട്ട് ലോക്കസും ഈ ആംഗിളും മാച്ചായി, സംഭവം കറക്റ്റായി. ഇനി നമുക്ക് ആരോ മാർക്സ് മാത്രമേ മാർക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറിയാം. പോളിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ദിസ് ഈസ് ദ കോംപ്ലിമെൻ്ററി റൂട്ട് ലോക്കസ് ഓഫ് യുവർ ക്വസ്റ്റ്യൻ. ക്ലിയർ? ഇത്രയേ നമ്മൾ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ 1 മൈനസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റക്ക് ചെയ്യരുത്, അത് മനസ്സിലാക്കണം. അത് കോംപ്ലിമെൻ്ററി റൂട്ട് ലോക്കസ് ആണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ക്ലിയർ? സോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യനും അതാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി റൂട്ട് ലോക്കസ് എന്ന കൺസെപ്റ്റ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം. ദ OLTF ഓഫ് എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഈസ് given as g of s into h of s equal to 2 into s plus a divided by s into s plus 2 into s plus 10. Clear? Where a is a variable. a ഒരു വേരിയബിൾ ആണ് തന്നിട്ടുണ്ട്. Calculate the angle of അസിംപ്റ്റോട്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു. അതുപോലെ തന്നെ ഇൻ്റർസെക്ഷൻ ഓഫ് അസിംപ്റ്റോട്സ് കാണാൻ വേണ്ടി പറയുന്നു. ഇൻ്റർസെക്ഷൻ ഓഫ് അസിംപ്റ്റോട്സ്, അതുപോലെ തന്നെ ബ്രേക്ക് അവേ പോയിന്റുകളും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് കാണാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ എ ഒരു വേരിയബിൾ ആണെന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കുക ഈ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു ഇതുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ എ ഒരു വേരിയബിൾ ആണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഗെയിൻ അല്ല ഇവിടുത്തെ വേരിയബിൾ. ഗെയിൻ ആണോ? ഗെയിൻ അല്ല. ഗെയിനൊക്കെ ക്വസ്റ്റ്യൻ ഗെയിൻ വേരിയബിൾ അല്ല, പക്ഷേ എ വേരിയബിൾ ആണ്. അപ്പം പക്ഷേ നമ്മുടെ 0, അതായത് നമ്മളിവിടുത്തെ 0 ആണ് വേരിയബിൾ. മനസ്സിലായില്ലേ? 0 ആണ് വേരിയബിൾ. ആരാ 0? s ഈക്വൽ ടു മൈനസ് എ. അപ്പോൾ മൈനസ് എ ആണ് ഇവിടുത്തെ വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റൂട്ട് കോണ്ടൂർ എന്ന കൺസെപ്റ്റിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, റൂട്ട് കോണ്ടൂർ എന്ന വലിയ കൺസെപ്റ്റ് ഒന്നുമല്ല, സിമ്പിൾ കൺസെപ്റ്റാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഇതിനെ എയുടെ ടേംസിലേക്ക് g of s into h of s കൊണ്ടുവരേണ്ടി വരും. ക്ലിയർ? അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം 1 പ്ലസ് g of s into h of s ഈക്വൽ ടു 0. സോ 1 പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് 10 ഈക്വൽ ടു 0. നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഇവിടുത്തെ സീറോകളെ ഒഴിവാക്കുക. ഇവിടുത്തെ 0 എത്ര? s ഈക്വൽ ടു മൈനസ് എ. അപ്പോൾ ഇവിടെ ഇനി അങ്ങനെ എസ് ടേം ന്യൂമറേറ്ററിൽ വരാതെ നമ്മൾ ഈ റൂട്ട് കോണ്ടർ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യണം. അത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയും, ഇവിടെ എ ആണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇല്ല നമ്മൾ സാധാരണ പോലെ ചെയ്താൽ മതി. ഓക്കെ, ഇതിൻ്റെ അകത്ത് കിട്ടും s ഇൻറ്റു 12s പ്ലസ് 20 പ്ലസ് 2 പ്ലസ് 2a ഈക്വൽ ടു 0. സോ വിൽ ബി ഗെറ്റിംഗ് 1 പ്ലസ് 2a ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 12s പ്ലസ് 22 ഇൻറ്റു s ഈക്വൽ ടു 0. യു വിൽ ബി ഗെറ്റിംഗ് ഇക്വേഷൻ ലൈക്ക് ദിസ്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം
ഇതാണ് നിങ്ങളുടെ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. സോ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് വിൽ ബി ഈക്വൽ ടു 2a ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 12s പ്ലസ് 22. ഇതാണ് നമ്മളുടെ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളിങ്ങനെ വേരിയബിൾ മാറ്റിയത് കൊണ്ടൊന്നും പ്രശ്നമില്ല. റൂട്ട് ലോക്കസ് ഒക്കെ സെയിം തന്നെയായിരിക്കും. റൂട്ട് ലോക്കസ് വരക്കുന്നതിലൊന്നും ഒരു മാറ്റം വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് എല്ലാ പോളുകളും നമുക്ക് ഡിനോമിനേറ്ററിൽ കിട്ടിയില്ലേ? എല്ലാ പോളുകളും നമുക്ക് ഡിനോമിനേറ്ററിൽ കിട്ടി. അതായിരുന്നു നമ്മുടെ ആവശ്യവും. അപ്പോൾ ആ ലെവലിലേക്ക് വന്നുകൊണ്ട് ഇനി കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ നോക്കുക, ആദ്യം പോൾസ് 3 എണ്ണം ഉണ്ട്, 0 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പോൾസും ഇല്ല, 0 ഇല്ല. നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് വരയ്ക്കാം. വരയ്ക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇവിടെ 0 ഉണ്ട്. ഇതിൻ്റെ ഒരു പോളെ നമ്മൾ കണ്ടുപിടിച്ചത് 0, പക്ഷേ ഇവിടുത്തെ ഇതിൻ്റെ റൂട്ട്സ് അറിയണ്ടേ? അതിൻ്റെ റൂട്ട്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ പോൾസിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുമ്പോൾ എസ് ഈക്വൽ ടു -12 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2 ഇൻറ്റു എ. ഓക്കെ, യു വിൽ ബി ഗെറ്റ് ഇക്വേഷൻ ആസ് -6 പ്ലസ് ഓർ മൈനസ് റൂട്ട് 14. അപ്പോൾ 2 വാല്യൂസ്, ഇവിടെ ഒരു വാല്യൂ, ഇവിടെ ഒരു വാല്യൂ. ഏതൊക്കെ? -6 പ്ലസ് റൂട്ട് 14ഉം ഇവിടെ -6 മൈനസ് റൂട്ട് 14ഉം. ശരിയല്ലേ? കൂടുതൽ നെഗറ്റീവ് വാല്യൂ ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഈ 2 വാല്യൂകളാണ് വരുന്നത്. അപ്പോൾ 3 പോളുകൾ നമുക്ക് കിട്ടി. ഇനി നമുക്കവിടെ കാണാനുള്ളത് എന്തൊക്കെയാണ്? നമുക്ക് സെൻട്രോയിഡ് കാണണം അല്ലേ? കാരണം അവിടെ ബ്രേക്ക് അവേ പോയിൻ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പായി. കാരണം നിങ്ങൾ നോക്കൂ, ഇനി ബ്രേക്ക് അവേ പോയിൻ്റ് ഏത് പോയിന്റിലാണെന്ന് അറിയണം. ഉണ്ടാവും, പക്ഷേ ഇതവിടെ 2 പോയിന്റ് ഉണ്ട്. കാരണം ഇവിടെ 2 പോൾസും 3 പോൾസ് വരുന്നുണ്ട്. ഒന്നുകിൽ ഇവിടെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവാം. ഇതിൽ എവിടെയാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കണം. അത് നോക്കണമെങ്കിൽ നമ്മൾ ബ്രേക്ക് പോയിന്റ് എവിടെയാണെന്ന് നോക്കണം. ബ്രേക്ക് പോയിന്റ് എവിടെയാണെന്ന് നോക്കണമെങ്കിൽ നമ്മുടെ ഡി കെ ബൈ ഡി എസ് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യണം. ഇവിടെ കെ അല്ല, ഇവിടെ എ ആണ്. അതാണ് വ്യത്യാസം. മനസ്സിലായത്? ഇവിടെ കെ അല്ല, ഇവിടെ എന്താണ്? എ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ബാക്ക് ടു അവർ ഈ ലെവലിലേക്ക് കാര്യങ്ങളിലേക്ക് പോകണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2a മാത്രം എഴുതാം. ഓക്കെ, അപ്പോൾ 2a ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? -s³ മൈനസ് 12s സ്ക്വയർ മൈനസ് 22s എന്ന് എഴുതാം. കാരണം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഡി ബൈ ഡി എസ് ഓഫ് 2a വിത്ത് റെസ്പെക്റ്റീവ് അല്ലേ ചെയ്യേണ്ടത്. അപ്പം 2a വിത്ത് റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ 2a ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? -3s സ്ക്വയർ മൈനസ് 24s മൈനസ് 22. ശരിയല്ലേ? ഇനി ഇതിനെ നമ്മൾ ഏതിലേക്ക് ഇക്വേറ്റ് ചെയ്യണം? 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് യുവർ എസ് ആസ്, ഞാൻ വാല്യൂസ് എഴുതാം, -1.056ഉം -6.94 എന്ന 2 വാല്യൂസാണ് കിട്ടുക. ഇതാണ് നിങ്ങളുടെ എന്ത്? ദീസ് ആർ യുവർ ബ്രേക്ക് പോയിൻറ്റ്സ്. ദീസ് ആർ യുവർ ബ്രേക്ക് പോയിൻറ്റ്സ്. ഈ ബ്രേക്ക് പോയിന്റുകളിൽ നമുക്ക് ആവശ്യമുള്ള പോയിന്റ് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് അവേ പോയിന്റ് ആണ്. കാരണം എന്താ? എല്ലാം പോളിൻ്റെ ഇടയിലുള്ള വാല്യൂസാണ്. അതൊക്കെ ബ്രേക്ക് പോയിന്റ് തന്നെയാണല്ലോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ ഏതാണ് നമ്മുടെ ബ്രേക്ക് പോയിന്റ് എന്ന് നമുക്ക് അനലൈസ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നമുക്കത് പറയാം. അതേതാണ്? നമുക്ക് ഏതാണ് വാല്യൂ വരുന്നത്? നമുക്ക് ഏത് വാല്യൂ ആണ് അതിൽ വരുന്നത്? ഓക്കെ, ഒരു മിനിറ്റ്. നമ്മൾ -6. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന വാല്യൂ ഏതാ? ഇത് -6.94 ആണ്. ഇത് ആക്ച്വലി -6 മൈനസ് റൂട്ട് 14 എന്നാണ്. അതായത് റൂട്ട് നമ്മുടെ റൂട്ട് 14 എന്ന വാല്യൂ നമുക്ക് ഒരിക്കലും വാലിഡ് ആവണമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഇറ്റ് വിൽ ബി ഗോയിങ് ബിയോണ്ട് ദാറ്റ് അല്ല, ബിയോണ്ട് ദാറ്റ് വാല്യൂയിലേക്ക് പോകും. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ബെസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? -6 പ്ലസ് റൂട്ട് അല്ല -6 പ്ലസ് റൂട്ട് 14 എന്ന വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ -6 പ്ലസ് റൂട്ട് 14ൻ്റെ വാല്യൂവിൽ ഇടയിലാണ് ആര് വരുന്നത്? -1.056 എന്ന വാല്യൂ വരുന്നത്. അപ്പോൾ ഈ വാല്യൂ മാത്രമാണ് എന്ത് പറയുന്നുള്ളൂ? വാലിഡ് ആയിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ റൂട്ട് ലോക്കസ് ഉണ്ടാവുക. ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു ബ്രേക്ക് പോയിന്റ് കിട്ടുന്നത്. ഇവിടെയാണ് നമുക്കൊരു ബ്രേക്ക് പോയിന്റ് കിട്ടുന്നത്. ഓക്കെ,
ഇനി നിങ്ങളോട് ഇൻ്റർസെക്ഷൻ ഓഫ് അസിംപ്റ്റോട്ട്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനറിയാം. നിങ്ങൾ അസിംപ്റ്റോട്ടുകൾ തീറ്റ എടുക്കുക, തീറ്റ കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, അസിംപ്റ്റോട്ടുകൾ വരയ്ക്കുക. എവിടെയാണ് വരുന്നത്, ഞാൻ ഇങ്ങനെയല്ല, അത് എവിടെയാണോ വരുന്നത്, കാരണം 3 റൂട്ട്സ് ഉണ്ട്. P-Z 3 അപ്പം 60, 150 ഇങ്ങനെയല്ലേ വരിക. അപ്പം അതിലെവിടെയാണ് ഈ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. ഇൻ്റർസെക്ഷൻ ഓഫ് അസിംപ്റ്റോട്ട് കാണാൻ ± സിഗ്മ ടാൻ തീറ്റ ചെയ്താൽ മതി. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ചെയ്യാം. ഇതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാമല്ലോ. ഇതിൻ്റെ സെൻട്രോയിഡ് എത്രയാണ്? സെൻട്രോയിഡ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോ. അതായത് ഈ പോൾസ് ഉണ്ട്, മൈനസ് ചെയ്യുക, സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ 60√3. അപ്പോൾ വാല്യൂ എടുത്തിട്ട് നമുക്കിവിടെ ചെയ്ത ഇൻ്റർസെക്ഷനും കിട്ടും. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ പ്രോബ്ലത്തെ എന്ത് ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത്. ക്ലിയർ? സോ ദാറ്റ് ഈസ് യുവർ റൂട്ട് ലോക്കസ്. ഓക്കെ, അതാണ് നമ്മുടെ റൂട്ട് ലോക്കസ്, അതായത് ഈ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യേണ്ട മെത്തഡ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് യുവർ റൂട്ട് ലോക്കസ്. ദ OLTF ഓഫ് എ സിസ്റ്റം ഈസ് g of s equal to k into 1 plus s divided by s square plus 2s plus 2. Find the value of k at break-in point. Okay, values തന്നിട്ടുണ്ട്. k equal to 4, k equal to 1, k equal to 2, k equal to 0. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കെൻ്റെ വാല്യൂ തന്നത്. നമുക്ക് ബ്രേക്ക് ഇൻ പോയിന്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ബ്രേക്ക് ഇൻ പോയിന്റ് കാണണം എന്ന് പറഞ്ഞാൽ ഉടനടി മനസ്സിലാക്കുക, നമ്മൾ dk/ds = 0 ആണ് കാണാൻ പറയുന്നത്. അപ്പോൾ dk/ds 0ലേക്ക് മാറ്റണമെങ്കിൽ 1 + g of s = 0ലേക്ക് മാറ്റണം. അപ്പോൾ 1 + g of s എന്ന് പറഞ്ഞാൽ k × 1 + s divided by s square plus 2s plus 2 = 0. You will be getting k മാത്രം എഴുതാണെങ്കിൽ minus of s square plus 2s plus 2 divided by s plus 1. ഇനി നമ്മൾ ഇതിൻ്റെ dk/ds കാണണം. dk/ds = minus of 2s plus 2 into s plus 1 മൈനസ്, നിങ്ങളത് ചെയ്ത് നോക്കിക്കോ, ഞാൻ ചെയ്യുന്നില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് ടൈം. നിങ്ങൾക്ക് ചെയ്യാനറിയാം. അപ്പം നിങ്ങളത് dk/ds = 0ലേക്ക് കൊടുക്കുക. എന്നിട്ട് കെയുടെ വാല്യൂ, എസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. യു വിൽ ബി ഗെറ്റിംഗ് s square plus 2s = 0. ദാറ്റ് മീൻസ് s വിൽ ബി 0 ആൻഡ് -2. അപ്പോൾ നിങ്ങൾക്ക് എസ് ഏതൊക്കെ കിട്ടി? 0ഉം -2 ആണ് dk/ds കിട്ടിയത്. ഇതാണ് നിങ്ങളുടെ ബ്രേക്ക് പോയിൻറ്റ്സ്. എന്താണ്? ഇതാണ് നിങ്ങളുടെ ബ്രേക്ക് പോയിൻറ്റ്സ്. ശരിയല്ലേ? ഇനി നമ്മളൊരു റൂട്ട് ലോക്കേഴ്സ് വരയ്ക്കുകയാണ്. അപ്പോൾ റൂട്ട് ലോക്കേഴ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ പോൾസ് എടുക്കണം. പോൾസ് ഇതുവരെ എടുത്തിട്ടില്ല അല്ലേ? അപ്പോൾ പോൾസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2s square plus 2s plus 2, ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. s = എന്താ വരുന്നത്? -1 ± j ആയിരുന്നു. അപ്പോൾ ഇവിടെ +j, ഇവിടെ -j വാല്യൂ എന്ന് പറയുമ്പോൾ ഇതാണ് നിങ്ങളുടെ പോൾസ്. ഇതാണ് നിങ്ങളുടെ -1 വാല്യൂ. അപ്പോൾ 2 പോൾസാണുള്ളത് നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, ഇതിനി കെൻ്റെ വാല്യൂ കാണാനല്ലേ പറഞ്ഞില്ല. അപ്പം നമുക്കത് ആവശ്യമില്ല ശരിക്ക്. ഇത് ജസ്റ്റ് മനസ്സിലാക്കുക, ഇവിടെ 2ആണ് നമ്മൾ പോൾസ് വരുന്നത്. അപ്പോൾ ബ്രേക്ക് ഇൻ പോയിന്റ് കാണാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ കിട്ടുന്ന വാല്യൂ ഇല്ലേ, ഈ കിട്ടുന്ന വാല്യൂ ഈ ഫംഗ്ഷനിൽ കൊടുത്താൽ മതി. ഓക്കെ, ഈ കിട്ടുന്ന വാല്യൂ നമ്മളെ ഈ ഫംഗ്ഷൻ മീൻസ് കെൻ്റെ ഫംഗ്ഷൻ, നമുക്ക് കെൻ്റെ വാല്യൂ ഇതല്ല, ഇത് കെയിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കെൻ്റെ വാല്യൂസ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, മറ്റേ s = 0, കെ എന്താ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ 0, ഇത് 0, അപ്പോൾ -2/1, അതായത് -2 കിട്ടും. അതുപോലെ അറ്റ് s = -2, s -2 കൊടുക്കുക. അപ്പോൾ -2 square plus 2 into -2 plus 2 divided by -2 plus 1. അപ്പോൾ -2 square എന്ന് പറഞ്ഞാൽ 4, 2 into -2 എന്ന് പറഞ്ഞാൽ 4 again, 2 divided by -1. ഇത് കട്ടാവും. -2/-1, so it will be k = 2. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ബ്രേക്ക് പോയിന്റ് ഈ രണ്ടിൽ എവിടെ ഒക്കർ ചെയ്യാം. അപ്പം ഇവിടെ അല്ല, ഇത് ഇൻവാലിഡ് ആണ്. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ ആൻസറിൽ തന്നിട്ടില്ല, -2 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇല്ല. ഓക്കെ, അപ്പം ബ്രേക്ക് പോയിന്റ് എവിടെ ഒക്കർ ചെയ്യുന്നത് s = -2 എന്ന ബ്രേക്ക് പോയിന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, കെയുടെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ യുവർ വാല്യൂ ഈസ് 2. ദിസ് ഈസ് യുവർ വാലിഡ് വാല്യൂ. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ. 1 + g(s) 0 കൊടുക്കുക, എന്നിട്ട് കെൻ്റെ ടേംസിൽ എഴുതുക, dk/ds കാണുക, ആ വാല്യൂ കെയിലേക്ക് പുട്ട് ചെയ്യുക, കെൻ്റെ വാല്യൂ കാണുക. സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്ലിയർ? അപ്പം ഇത്തരത്തിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ കടക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ ടൈം ഡൊമെയിൻ അല്ലെങ്കിൽ ടൈം റെസ്പോൺസ് അനാലിസിസ് കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആയി. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് അനാലിസിസ് ആണ്. ഓക്കെ, ഫ്രീക്വൻസി റെസ്പോൺസ് അനാലിസിസ്. അപ്പോൾ 2 ചെറിയ ടോപ്പിക്ക് ഇപ്പോൾ എടുക്കാം, എന്നിട്ട് ബാക്കിയുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി അങ്ങോട്ടെല്ലാം ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് അനാലിസിസ്. ഓക്കെ, അപ്പം ചെറുതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ടൈം ഡൊമൈനുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിരുന്നതാണ്. നമ്മളെ ഇപ്പോൾ c(t) നമ്മൾ റെസ്പോൺസ് കണ്ടതാണ്. എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ഇത്തരത്തിലുള്ള റെസ്പോൺസ് ആണ്, ശരിയല്ലേ? അതായത് ഇത് നമ്മളുടെ വിത്ത് റെസ്പെക്ട് ടു ഫംഗ്ഷൻ ഓഫ് t ആണെങ്കിൽ നമുക്ക് പറയാം ടൈം ഡൊമൈൻ ആണ്. ഇനി അതല്ല, ഇഫ് നമ്മളുടെ ഇപ്പോൾ ടൈം ഡൊമൈൻ ആകുമ്പോൾ എസ് മാറും മെയിനായിട്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. എസ് മാറി j⍵ വരും. അപ്പോൾ h(j⍵) എന്നാണ് പറയുക. ഇറ്റ് വിൽ ബി വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. വിത്ത് റെസ്പെക്ട് ടു ഒമേഗ എന്ന് പറയുമ്പോൾ അത് എന്തായിട്ട് മാറും, നമ്മളെ ഫ്രീക്വൻസി റെസ്പോൺസ് ആയിട്ട് മാറും. സോ ദിസ് വിൽ ബി യുവർ ഫ്രീക്വൻസി റെസ്പോൺസ്. ഇതെല്ലാം ജനറലി പറയുവാണ്. ഓക്കെ, ഈ ടൈം ഡൊമൈൻ, അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ഡൊമൈനും ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ഡൊമൈനും വരുന്നത്. ഓക്കെ, ഈ ടൈം ഡൊമൈനിലാണ് നമ്മൾ ആരൊക്കെ കണ്ടുപിടിച്ചത്, റൂത്ത് ക്രൈറ്റീരിയ അല്ലേ, അതുപോലെ തന്നെ റൂട്ട് ലോക്കസ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങൾ, അപ്പോൾ ടൈം ഡൊമൈനിലാണ് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫ്രീക്വൻസി ഡൊമൈനിൽ എത്തുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫോറിയർ ട്രാൻസ്ഫോമിലാണ് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പോൾ സപ്പോസ് e⁻t u(t) ലാപ്ലാസ് ട്രാൻസ്ഫോമിലേക്ക് മാറ്റുമ്പോൾ എന്താ 1/s+2 ആണ്. നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 1/j⍵ മാറും, അല്ലേ? j⍵ മാറും. അതാണ് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക. ഇനി എന്താണ് മാഗ്നിറ്റ്യൂഡും ആൻഡ് ഫേസ് റെസ്പോൺസ് എന്ന് നമുക്ക് നോക്കാം. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. ഇഫ് നമ്മുടെ കയ്യിലൊരു റിയൽ സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കുക, x(t). ഓക്കെ, അപ്പോൾ അതിൽ ഇഫ് യു ആർ ഗിവിങ് e⁻t u(t) ആണ് നമ്മളെങ്കിൽ നമ്മളതിനെ മാറ്റി എഴുതും എങ്ങനെ, 1/2 s. നമ്മളത് ഫ്രീക്വൻസി റെസ്പോൺസിലേക്ക് അത് ഒന്നും കൂടി മാറും, 1 + 2 + j⍵ ആവും, ശരിയല്ലേ? ഈ ഫംഗ്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എടുക്കും? ഇഫ് സപ്പോസ് നമ്മൾ എക്സിനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുക, x = എന്ന് പറഞ്ഞത് റെപ്രസെൻറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ x(ω) എന്ന് പറയുന്നത് എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ യു ഹാവ് ടു ടേക്ക് 1/√2² + ω². ക്ലിയർ? ഇനി ഫേസ് എടുക്കുമ്പോൾ, ഫേസ് എന്ന് പറഞ്ഞാൽ ആംഗിളാണ്. ആംഗിൾ എടുക്കുമ്പോൾ ആംഗിൾ ഓഫ് x(ω) = tan ഇൻവേഴ്സ് b/a. അപ്പം (2). മൈനസ് എന്തുകൊണ്ടാവും, നമ്മൾ മുകളിലേക്കല്ല എടുക്കുക, കാരണം ഇത് മുകളിലുള്ള ടേം ഉണ്ടല്ലോ, ഇത് നമ്മൾ മുകളിലേക്ക് എടുക്കില്ല. ഇപ്പം 1∠0 മൈനസ് ഈ താഴെയുള്ള ടേമല്ല എടുക്കുക, അതുകൊണ്ടാണ് -tan ഇൻവേഴ്സ് ω/2 എന്ന് പറയുന്നത്. ഈ സാധനമാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം എന്ന് പറയുന്നതും. അതുപോലെ ഇതാണ് നമ്മുടെ ഫേസ് സ്പെക്ട്രം.
ഓക്കെ, നമ്മളിങ്ങനെ മാഗ്നിറ്റ്യൂഡ് ഇതുപോലെ എഴുതുന്നു. ഇതുപോലെ എഴുതുന്നതിനാണ് ഫേസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം നമ്മൾ പ്ലോട്ട് ചെയ്യുവാണ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ എങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എ ഫങ്ഷൻ ലൈക്ക് ദിസ്. ഓക്കെ, നമ്മൾ ഇനി ഫേസ് റെസ്പോൺസ് ആണ് ഒമേഗ ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എ ഫങ്ഷൻ ലൈക്ക് ദിസ്. ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. ഓക്കെ, ആംഗിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രവും ഇതാണ് നമ്മുടെ എന്ത് ഫേസ് സ്പെക്ട്രം. ഓക്കെ, എപ്പോഴും ഈ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം ഈവൺ വാല്യൂസ് ആണ് തരിക. ഫേസ് സ്പെക്ട്രം ഓഡ് ഫംഗ്ഷൻ വാല്യൂസ് അല്ല, ഇൻ ദ സെൻസ് ഈവൺ ഫംഗ്ഷൻ ആയിരിക്കും. ഇതെന്തായിരിക്കും? ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇത് ജനറൽ ടേമുകളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ പ്രോബ്ലംസിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ വിശദമായിട്ട് അത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഫങ്ഷനുകൾ. ഓക്കെ, ദെൻ ഇനി എച്ച് ഓഫ് എസ് നമ്മൾ എങ്ങനെ എഴുതുന്നു? എച്ച് ഓഫ് എസിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫങ്ഷനിൽ എഴുതുന്നത്. ദെൻ ഇത് എച്ച് ഓഫ് ജെ ഒമേഗ ആയാലും അതെന്തായിട്ട് മാറും? ഇതൊരു ഫ്രീക്വൻസി റെസ്പോൺസ് ആയിട്ട് മാറും. ഈ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ രണ്ട് പാർട്ടുകളാണ് നമ്മൾ ഈ പറയുന്ന മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസും അതുപോലെ ഫേസ് റെസ്പോൺസും. ഓക്കെ, അപ്പോൾ രണ്ട് റെസ്പോൺസ് ഒന്ന് ആലോചിച്ചാൽ മതി. മാഗ്നിറ്റ്യൂഡിൽ എഴുതാം നമുക്ക്, അതുപോലെ തന്നെ ഫേസിൽ എഴുതാം. അതാണ് ഫ്രീക്വൻസിൻ്റെ പ്രത്യേകത, ഫ്രീക്വൻസി ഡൊമൈൻ്റെ പ്രത്യേകത അതാണ്. മറ്റേതിൽ നമുക്ക് ടൈം ഡൊമൈനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളത്. മാഗ്നിറ്റ്യൂഡ് എഴുതാം, ഫേസ് എഴുതാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. ഓക്കെ, ഇനി നമ്മളൊരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഈ റെസ്പോൺസിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇഫ് സപ്പോസ് വി ആർ കൺസിഡറിങ് ആൻ LTI സിസ്റ്റം, നിങ്ങളൊരു LTI സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി ലുക്കിംഗ് ലൈക്ക് A sin omega 0t B sin omega 0t plus 5. ഇങ്ങനെയാണ് നിങ്ങളൊരു ഇൻപുട്ടും ഔട്ട്പുട്ടും ലുക്ക് ചെയ്യുക. ഓക്കെ, ഔട്ട്പുട്ട് ഇൻപുട്ട് സിമിലർ ആയിരിക്കും, അതുപോലെ തന്നെ സെയിം ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, സിമിലർലി A sin omega naught t എന്ന് പറഞ്ഞിട്ട് വിൽ ബി ഐഗൺ ഫംഗ്ഷൻ. നമ്മൾ LTI സിസ്റ്റത്തിൻ്റെ ഒരു ഐഗൺ ഫംഗ്ഷനും ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഓർത്താൽ മതി, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളെപ്പോഴും എഴുതുമ്പോൾ ഹൗ വി ഹാവ് ടു റെസ്പോൺസ്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ എഴുതുന്നത് വെച്ചാൽ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? എച്ച് ഓഫ് എസ് എന്നും ഒരു ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി റെസ്പോൺസിലേക്കാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി എച്ച് ഓഫ് ജെ ഒമേഗ. ശരിയല്ലേ? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെങ്കിൽ എസ് ഡൊമൈനിൽ, ഫ്രീക്വൻസി ആണെങ്കിൽ ജെ ഒമേഗ എന്നുള്ള ലെവലിലാണ് വരുന്നത്. ഓക്കെ, അപ്പം വാട്ട് ഹാപ്പൻസ് ഈസ്, ഇവിടെ എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് A sin omega naught ടീനെ നിങ്ങൾക്ക് ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബി B sin omega naught t plus 5 എന്നാണ് ഉണ്ടാവുക. അതായത് ഇത് നിങ്ങളുടെ ഇൻപുട്ടും ഇത് നിങ്ങളുടെ എന്തായിരിക്കും? ഔട്ട്പുട്ടും ആയിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് യുവർ ഔട്ട്പുട്ട് മാഗ്നിറ്റ്യൂഡ് ആരാ? അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇതും 5 ആണെന്ത്? ഫേസും. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് മാഗ്നിറ്റ്യൂഡ് നമ്മുടെ ഇൻപുട്ടിനെ എങ്ങനെ ഡിപ്പെൻഡ് ആയെന്ന് പറയാം. അതുപോലെ ഔട്ട്പുട്ട് ഫേസ് ആംഗിൾ ഇൻപുട്ടിനെ എങ്ങനെ ഡിപ്പെൻഡ് ആയിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ ഇഫ് നിങ്ങളുടെ എച്ച് ഓഫ് ജെ ഒമേഗ നോട്ടാണ് നമ്മൾ കാണേണ്ടതെങ്കിൽ നമുക്ക് ഇതിനെ രണ്ട് തരത്തിൽ എഴുതാം. ഇതാണ് ഒരു ഫംഗ്ഷൻ, എച്ച് ഓഫ് ജെ ഒമേഗ എന്ന് എഴുതുന്ന ഒരു ഫംഗ്ഷനാണ്. ഇതിനെ രണ്ടായിട്ട് എഴുതാം. മാഗ്നിറ്റ്യൂഡിന് വിത്ത് റെസ്പെക്ട് എഴുതാം, ഫേസിൻ്റെ വിത്ത് റെസ്പെക്ട് എഴുതാം. മാഗ്നിറ്റ്യൂഡ് എഴുതുന്നത് എങ്ങനെയാണ്? എച്ച് ഓഫ് മോഡുലസ് എച്ച് ഓഫ് ജെ ഒമേഗ നോട്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. ഫേസ് ആകുമ്പോൾ ആംഗിൾ എച്ച് ഓഫ് ജെ ഒമേഗ നോട്ട് എന്ന് എഴുതാം. ശരിയല്ല? അതായത് if you are having a function y of t is equal to x of t into h of t, then നമ്മുടെ എസ് ഡൊമൈൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? y of s ഈക്വൽ ടു എക്സ് ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. ഇത് നമ്മുടെ ഫ്രീക്വൻസി ഡൊമൈൻ ആണെങ്കിൽ, ടൈം ഡൊമൈൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാമായിരുന്നു. ഫ്രീക്വൻസി ഡൊമൈൻ ആണെങ്കിൽ ജെ ഒമേഗ വരും. അപ്പോൾ നമുക്ക് എഴുതണം y of j omega is equal to x of j omega
ഇൻറ്റു എച്ച് ഓഫ് ജെ ഒമേഗ. ശരിയല്ലേ? സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഈ എക്സ് ഓഫ് ജെ ഒമേഗയാണ് നമുക്ക് ഇതുപോലെ എഴുതിക്കൂടെ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മോഡുലസ് എക്സ് ഓഫ് ജെ ഒമേഗ ആംഗിൾ എക്സ് ഓഫ് ജെ ഒമേഗ ഇൻറ്റു ആര്, ഇതിനെയും അതുപോലെ എഴുതാമല്ലോ. അപ്പോൾ മോഡുലസ് ഓഫ് എച്ച് ഓഫ് ജെ ഒമേഗ ആംഗിൾ എച്ച് ഓഫ് ജെ ഒമേഗ. ക്ലിയർ? അതായത് പറഞ്ഞു വരുന്നത് ഈ വൈ ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്ന സാധനത്തിന് നമ്മളിങ്ങനെ രണ്ട് തരത്തിൽ എഴുതി. ഓക്കെ, അപ്പം ഇത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? നിങ്ങളുടെ ഇതല്ല, ഇത് നിങ്ങളുടെ എക്സ് ഓഫ് ജെ ഒമേഗനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നു? എച്ച് ഓഫ് ജെ ഒമേഗനെ. ഓക്കെ, ഇനി നിങ്ങളെല്ലാം കൂടി ഒറ്റ ഇതിൽ എഴുതുവാണെങ്കിൽ വാട്ട് വിൽ ബി ഗെറ്റിംഗ്? നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എടുക്കുന്നതിലേക്ക്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വൈ ഓഫ് ജെ ഒമേഗ വിൽ ബി ഇതിൻ്റെ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ്, രണ്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ്, ഇത് ഇൻറ്റു ആണല്ലോ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മാഗ്നിറ്റ്യൂഡിൻ്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും. സോ എച്ച് ഓഫ് ഒമേഗ ഇൻറ്റു എച്ച് ഓഫ് ഒമേഗ, ഇത് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും. ഇനി ആംഗിൾ ആണെങ്കിലോ വൈ ഓഫ് ഒമേഗ നമ്മൾ റെസ്പോൺസ് ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആംഗിൾ വൈ ഓഫ് ഒമേഗ വിൽ ബി ഈക്വൽ ടു എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു എച്ച് ഓഫ് ഒമേഗ. ക്ലിയർ? അങ്ങനെ നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം ഇങ്ങനെ എഴുതാം, ഫേസ് മാത്രമായിട്ട് ഇങ്ങനെ എഴുതാം. അപ്പോൾ രണ്ടിലും എഴുതാം, നമുക്ക് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസായിട്ട് എഴുതാം, അതുപോലെ ഫേസ് ആംഗിളിൻ്റെ മാത്രമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാൻ വേണ്ടി സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഫോർ എക്സാമ്പിൾ മനസ്സിലായാലും ഇങ്ങനെ രണ്ട് തരത്തിലും എഴുതാം എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പ്രത്യേകത. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇത് ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ടാണ് ഉള്ളത്. ശരിയല്ല? അതായത് ഇവിടെ ഇത് മാഗ്നിറ്റ്യൂഡായിട്ടും ഇത് ഫേസ് ആയിട്ടും നമുക്ക് എഴുതാമെന്ന് പറഞ്ഞു. ഇതല്ല, ഇത് ഈ ഫൈ. ശരിയല്ല? അതെങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാഗ്നിറ്റ്യൂഡ് ആരാണ്? ഔട്ട്പുട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആരാ? ബി എ നമുക്ക് എഴുതാം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ബി വിൽ ബി ഈക്വൽ ടു എൻ്റെ മാഗ്നിറ്റ്യൂഡ് എ ഇൻറ്റു പ്രൊഡക്റ്റ് മാഗ്നിറ്റ്യൂഡായിട്ട് എഴുതാം. അപ്പോൾ എ ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച് ഓഫ് ഒമേഗ നോട്ട്. നിങ്ങൾ എച്ച് ഓഫ് ഒമേഗ നോട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഈ കോൺസ്റ്റൻറ്റ് എ. അതുപോലെ നിങ്ങൾക്ക് ഫേസ് എഴുതാം. ഫേസ് എഴുതുന്നത് എങ്ങനെയാണ്? യു ക്യാൻ റൈറ്റ് ഫേസ് ആസ് ആംഗിൾ എച്ച് ഓഫ് ഒമേഗ നോട്ട്. ആംഗിളായിട്ട് നിങ്ങൾക്ക് എഴുതാം. അതാണ് പറഞ്ഞു വരുന്നത്. ഫേസ് എന്ന് പറയുന്നത് നിങ്ങൾ ആംഗിൾ ഓഫ് ഒമേഗ നോട്ട് എഴുതാം. ഇനി കോൺസ്റ്റൻറ്റ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച് ഓഫ് ഒമേഗ നോട്ട്. അതായത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മൾട്ടിപ്ലൈ ആംപ്ലിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ആംപ്ലിറ്റ്യൂഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇതാണല്ലോ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അതുകൊണ്ട് ഈ ആംപ്ലിറ്റ്യൂഡിനെ മൾട്ടിപ്ലൈ. അതിന് ഫേസ് ആണെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ രണ്ടും നമുക്ക് ഫേസ് ആണെങ്കിലോ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ആഡ് ചെയ്യണം കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. ഫേസ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എഴുതുക ആഡ് ദ ഫേസ് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, ആഡ് ദ ഫേസ് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ് ഇൻ ഫേസ് ഓഫ് സൈനുസോയിഡ്. മനസ്സിലാക്കേണ്ട പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ ഇപ്പോൾ രണ്ടെണ്ണം മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം കൂടി പ്രൊഡക്റ്റ് ചെയ്യുക. അതിന് രണ്ട് ആംഗിളാണ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ആംഗിൾ എന്ത് ചെയ്യേണ്ടി വരും? സം എടുക്കേണ്ടി വരും എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതാണ് അതിൻ്റെ കോർ കൺസെപ്റ്റ്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കാൽക്കുലേറ്റ് ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ. കാൽക്കുലേറ്റ് ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ. സ്റ്റഡി സ്റ്റേറ്റ് എറർ അല്ല, സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട്. സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് ഇഫ്
input is x of t equal to sin 2t, then and the transfer function of the system is h of s equal to 1 by s plus 2. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നിട്ട് ഔട്ട്പുട്ടാണ് കാണേണ്ടത്. ഈ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈനൽ ഔട്ട്പുട്ടാണ്. ശരിയല്ലേ, നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഫൈനൽ വാല്യൂ ആണ്. ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഇവിടെ സൈനുസോയിഡൽ ഔട്ട്പുട്ടാണ്. കാരണം സൈനുസോയിഡൽ ഇൻപുട്ടാണ്, അങ്ങനെ സൈനുസോയിഡൽ ഔട്ട്പുട്ടേ കിട്ടുള്ളൂ. ശരിയല്ലേ, അപ്പം ഇതിൽ ആദ്യം എഴുതുന്നത് നമ്മുടെ എച്ച് ഓഫ് എസ് ആണ് എഴുതേണ്ടത്. എച്ച് ഓഫ് എസ്സിലാണുള്ളത്. ഇത് നമ്മൾ ഫ്രീക്വൻസിയിലേക്ക് മാറ്റണം. അപ്പോൾ എസ്സിന് പകരം ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 by j omega plus 2. ക്ലിയർ? ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻപുട്ട് തന്നു എന്ന് വിചാരിക്കുക. നമ്മളുടെ ഇൻപുട്ടിൻ്റെ ജനറൽ ടേം എന്താ? എ സൈൻ ഒമേഗ നോട്ട് ടി. ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട്. നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരുന്നു? ബി സൈൻ ഒമേഗ നോട്ട് ഇൻറ്റു ടി പ്ലസ് 5. ശരിയല്ലേ? ഇതായിരുന്നില്ലേ നിങ്ങളുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ എ എത്രയാണ്? എ 1 ആണ്. ഒമേഗ നോട്ട് എത്രയാണ്? 2. ഫ്രീക്വൻസി ഒമേഗ നോട്ട് എത്ര കിട്ടി നമുക്ക്? 2 കിട്ടി. ക്ലിയർ? അതിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 1 by 2 പ്ലസ് ജെ ഒമേഗ നോട്ട് എത്രയാണ്? 2. അപ്പോൾ നിങ്ങളുടെ എച്ച് ഓഫ് ജെ ഒമേഗയുടെ ഫംഗ്ഷനാണിത് അല്ലേ. ഇനി ഇതിനെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഫേസും ആക്കി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എച്ച് ഓഫ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ആദ്യം മാഗ്നിറ്റ്യൂഡ് മാത്രം സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ 1 divided by റൂട്ട് ഓഫ് 2 square പ്ലസ് 2 square. അതായത് മാഗ്നിറ്റ്യൂഡ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 divided by റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. അതാണ് 1 by റൂട്ട് ഓഫ് 2 square പ്ലസ് 2 square. ഇനി ആംഗിൾ എടുക്കുകയാണെങ്കിലോ, ആംഗിൾ ഓഫ് എച്ച് ഓഫ് ജി ഒമേഗ ആണെങ്കിലോ ഇത് മുകളിലേക്ക് പോകില്ല. അപ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് 2 by 2. സോ യുവർ ആൻസർ വിൽ ബി 1 divided by 1 by റൂട്ട് ഓഫ് 2 square എന്ന് പറഞ്ഞാൽ 4 plus 4 റൂട്ട് 8. റൂട്ട് 8 എന്ന് പറഞ്ഞാൽ 2 root 2 ആംഗിൾ ടാൻ ഇൻവേഴ്സ് 1 എന്ന് വെച്ചാൽ 45. അപ്പോൾ മൈനസ് 45 ഡിഗ്രി. ഇതാണ് നമ്മുടെ ഉത്തരം. സോ എച്ച് ഓഫ് ജെ ഒമേഗ നോട്ട് ഈക്വൽ ടു എച്ച് ഓഫ് ജെ ഒമേഗ അല്ല, എച്ച് ഓഫ് ജെ ഒമേഗ നോട്ട്. കാരണം നമ്മൾ ഒമേഗ നോട്ട് എത്ര എടുത്തു? 2 എടുത്തിട്ടാണ് ചെയ്തത്. ഇങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഏത് രൂപത്തിൽ കിട്ടി? ഫ്രീക്വൻസി റെസ്പോൺസിൽ കിട്ടി. ഇനി നമുക്ക് ഔട്ട്പുട്ട് കാണണം. വൈ ഓഫ് ടി എന്ത് കിട്ടും? വൈ ഓഫ് ടി കിട്ടാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വൈ ഓഫ് ടി ഈസ് നത്തിങ് ബട്ട്, ഇതാണല്ലോ നിങ്ങളുടെ ഔട്ട്പുട്ട്. നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വൈ ഓഫ് ടി ആണല്ലോ നമ്മുടെ ഇവിടുത്തെ ഔട്ട്പുട്ട്. അതായത് പറഞ്ഞു വരുന്നത് ഇത് ഇൻപുട്ട്, ഇത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഇത് ഔട്ട്പുട്ട്. നമ്മളോട് ഔട്ട്പുട്ട് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻറ്റു ഇൻപുട്ടല്ല ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇൻറ്റു നമ്മുടെ ഇൻപുട്ട്. ആ ഇൻപുട്ടിൻ്റെ ഇതിൻ്റെ എച്ച് ഓഫ് ജെ ഒമേഗയുടെ വാല്യൂ ആണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത്. പിന്നെ ഇൻപുട്ടിൻ്റെ കാര്യവും ഉണ്ട്, ഇൻപുട്ടിൻ്റെ വാല്യൂ ഉണ്ട്, ഇൻപുട്ട് നമുക്ക് തന്നിട്ടുമുണ്ട്. ശരിയല്ലേ? പക്ഷേ നമ്മളുടെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കണം? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു ഇൻപുട്ട് തരുന്നതെങ്കിൽ ഇത് ഈ ഇൻപുട്ട് പോലെ തന്നെയല്ലേ ഉള്ളത്. ഇങ്ങനെയാണ് നിങ്ങളുടെ ഇൻപുട്ട് എങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് ഇതുപോലെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക? ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് ദിസ്. അതായത് നിങ്ങളുടെ വൈ ഓഫ് ടി ഷുഡ് ലുക്ക് ലൈക്ക് ദിസ്. ബി സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് 5 എന്നുള്ള ലെവലിലാണ് വരേണ്ടത്. ക്ലിയർ? അതിലെ തന്നെ ബി എങ്ങനെയായിരിക്കണം എന്ന് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ബി ഷുഡ് ബി എ ഇൻറ്റു എച്ച് ഓഫ് ഒമേഗ നോട്ട്. ബി ഷുഡ് ബി എ ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച് ഓഫ് ഒമേഗ നോട്ട്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എച്ച് ഓഫ് ഒമേഗ നോട്ട്. ഇതല്ലേ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എച്ച് ഓഫ് ഒമേഗ നോട്ട്. ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് എച്ച് ഓഫ് ഒമേഗ നോട്ടിൻ്റെ വാല്യൂ അല്ലേ ഇത്? ശരിയല്ലേ? എയുടെ വാല്യൂ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടിയില്ലേ? അപ്പം ഇറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 ഇൻറ്റു ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അതറിയാം, 1 ഇൻറ്റു 1 ബൈ റൂട്ട് 2. സോ ബി ഈസ് ഈക്വൽ ടു 1 ബൈ
2√2. അതല്ലേ നമ്മളിവിടെ എഴുതേണ്ടത്. ബിക്ക് പകരം 1/2√2. ഇനി സൈൻ ഓഫ് ഒമേഗ നോട്ടിലൊന്നും മാറ്റില്ല. കാരണം ഒമേഗ നോട്ട് നമുക്ക് എവിടെ എത്ര കിട്ടുന്നുണ്ട്? ഒമേഗ നോട്ട് നമ്മൾ ഇവിടെ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ 2 കിട്ടി. അപ്പോൾ 2t പ്ലസ് 5 എത്രയാണ്? 5 നമുക്കിത് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. 5 ഈസ് നത്തിങ് ബട്ട് -45. സോ യുവർ ആൻസർ വിൽ ബി 2t -45 അല്ല. അപ്പോൾ 2t -45 ഇതാണ് നിങ്ങളുടെ y ഓഫ് t. ഓക്കെ, സോ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അങ്ങനെ കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ആൻസേഴ്സിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി ഇതിലാണ് സിമിലർ. അപ്പോൾ ഇങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസും ഫേസ് റെസ്പോൺസും കാണേണ്ടത്. ഓക്കെ, മറന്നു പോകരുത്. ഇതാണ് മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഇത് h ഓഫ് എസ് നിങ്ങൾക്കുള്ള ഇൻപുട്ട് p × cos 2t - π/2 cos 2t plus π/3. If h of s equal to s divided by s plus p, calculate p. p ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ പിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ പിയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പിയുടെ വാല്യൂ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഇത് അനലൈസ് ചെയ്യുക, കാര്യങ്ങൾ എടുത്തെഴുതുക. ഇതാരാണ്? ഇത് നിങ്ങളുടെ ഇൻപുട്ടാണ്, ഇത് നിങ്ങളുടെ ഔട്ട്പുട്ടാണ്. അത് നിങ്ങൾക്കറിയാലോ അല്ലേ? നമ്മളുടെ ഇക്വേഷൻ എന്താണ്? നമ്മുടെ ജനറൽ ഫംഗ്ഷൻ എന്താണ്? എ സൈൻ ഒമേഗ നോട്ട് ടി ഏതിലേക്ക് മാറും? ബി സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് 5. ശരിയാണല്ലോ? ഒമേഗ നോട്ട് പ്ലസ് ടി പ്ലസ് 5 എന്നുള്ള ലെവലിലേക്കല്ലേ വരിക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് തന്നിട്ടുള്ള രണ്ട് ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഇൻഫറൻസ് എടുക്കാം. നിങ്ങളുടെ എൻ്റെ വാല്യൂ എത്രയാണ്? എ ഈസ് ഈക്വൽ ടു പി അല്ലേ? അതായത് ഇതെന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് എന്താണ്? പി ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വാല്യൂ ഒന്നും ഇല്ല അല്ലേ? അതായത് ഇവിടെ 1 ആയിരിക്കും. ബിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ക്ലിയർ? അത് രണ്ടും നമുക്ക് കിട്ടി. അപ്പോൾ അത് രണ്ടും അവിടെ നമ്മൾ എഴുതി വയ്ക്കുക. അടുത്തത് കമ്പയർ ചെയ്യുക. ഇവിടെ ഒമേഗ നോട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ഒമേഗ നോട്ട് നിങ്ങൾക്ക് ഇവിടെ എത്ര കിട്ടും? 2. ഇവിടെയും ഒമേഗ നോട്ട് എത്രയാണ്? 2 അല്ലേ? നോക്കൂ, ഈ ഒമേഗ നോട്ടല്ലേ ഇതും. അപ്പോൾ അതും കിട്ടി നിങ്ങൾക്ക് എത്ര? 2 കിട്ടി. അപ്പോൾ അത് രണ്ടും ക്ലിയറായി. ഒമേഗ നോട്ട് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഫേസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഫേസ് ഡിഫറൻ്റ് ആണ്. അവിടെ -π/2 +2/3 ആണ്. പക്ഷേ ഫേസിനെ കുറിച്ച് അവരൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല. പി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ പി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡിൽ മാത്രമേ ഈ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുള്ളൂ. അവർ ഒരെണ്ണം കൂടി തരുന്നുണ്ട്, അത് കാണാൻ വേണ്ടി എച്ച് ഓഫ് എസ്. അപ്പോൾ എച്ച് ഓഫ് എസ് നമുക്ക് എച്ച് ഓഫ് ജെ ഒമേഗ എഴുതാം. എന്താണ്? എസ്സിന് പകരം ജെ ഒമേഗ കൊടുക്കുക. അപ്പോൾ ജെ ഒമേഗ പ്ലസ് പി എന്ന് കിട്ടും. ശരിയാണല്ലോ? അപ്പോൾ ഇവിടെ ഒമേഗ അല്ല, നമ്മളിവിടെ ഒരു ഒമേഗ നോട്ടാണ് അല്ലേ? അപ്പോൾ ഒമേഗ നോട്ട് എത്രയാണെന്ന് കിട്ടി? 2. അപ്പോൾ ജെ × 2 / ജെ × 2 + പി ആണ് നമ്മുടെ എന്ത്? എച്ച് ഓഫ് ജെ ഒമേഗ നോട്ട്. ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി കാണേണ്ട ആവശ്യമില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടാൽ മതി. അപ്പോൾ എച്ച് ഓഫ് ജെ ഒമേഗ നോട്ട് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 2j, ഈ ഫംഗ്ഷൻ എങ്ങനെയുള്ള 2j / 2j + p എന്നാണുള്ളത് അല്ലേ? അപ്പം നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എത്ര? 2 /
ഈ വാല്യൂ അങ്ങനെ തന്നെ എഴുതാം. ന്യൂമറേറ്ററിൽ പ്രശ്നം വരുന്നത് നമുക്ക് ഡിനോമിനേറ്ററിലല്ല പ്രശ്നമുള്ളൂ. അപ്പോൾ 2/√2² പ്ലസ് p². ശരിയാണല്ലോ. 2/√2² പ്ലസ് p². കാരണം ഇത് നിങ്ങൾ ഇതിവിടെ ജെൻ്റെ കോംപ്ലക്സ് ആണെങ്കിലും നിങ്ങൾ എടുക്കുമ്പോൾ √2² എന്നല്ല എടുക്കുക. ഇത് കോംപ്ലക്സിലേക്ക് വേണ്ടി √2². √2² എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി 2 തന്നെയല്ലേ. നമുക്ക് 2 തന്നെയാണ് അവിടെ കിട്ടുക. ഓക്കെ, /√2² പ്ലസ് p². ക്ലിയർ ആയില്ലേ? അതായത് ഇത് എടുക്കുന്നത് ഇത് കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന റൂട്ട് എടുക്കണം. അപ്പോൾ √2ൻ്റെ സ്ക്വയർ /√2² പ്ലസ് p². അതായത് √2² എന്ന് പറഞ്ഞിട്ട് അഗെയിൻ 2/√2². അതായത് 4 പ്ലസ് p² എന്നുള്ള ലെവലിലാണ് കിട്ടുന്നത്. ഇതിനെയാണ് നമ്മൾ h(j⍵0) എന്ന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിലുള്ള ഇക്വേഷനാണ് 2/√4 പ്ലസ് p² എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇനി നമുക്കറിയാനുള്ളത് അതിനാണ് ഈ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അത് നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞു, b = a × മോഡുലസ് ഓഫ് h⍵0, അതുപോലെ φ = ആംഗിൾ ഓഫ് h⍵0. എഴുതിയത് ഓർക്കുന്നില്ലേ? ഇതാ ഈ രണ്ട് ഇക്വേഷനുകൾ, ഇതാണ് ബേസിക് ഇക്വേഷൻ. അപ്പോൾ ബി കാണേണ്ടത്, അതായത് ഔട്ട്പുട്ട് കാണേണ്ട വാല്യൂ എന്ന് വെച്ചാൽ a × h⍵0 ആണ്. a മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്, അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് b = a × മോഡുലസ് ഓഫ് h⍵0. അപ്പം b എന്ന് പറയുന്ന സാധനം എത്ര വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്? 1. a എന്ന് പറഞ്ഞാൽ എത്രയാ? p × h⍵0 എത്രയാ? 2/√4 പ്ലസ് p². ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ കാണുമെന്ന് നമുക്ക് നോക്കാം. ഇതൊന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ √4 പ്ലസ് p² ഇങ്ങോട്ട് എടുക്കുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2p. സ്ക്വയർ ചെയ്യുമ്പോൾ 4 പ്ലസ് p² ഈക്വൽ ടു യു വിൽ ബി ഗെറ്റിംഗ് 4p² അല്ലേ? അപ്പം 4 = 4p² മൈനസ് p², ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3p² ഈക്വൽ ടു 4. സോ അല്ലേ, അങ്ങനെ കിട്ടുന്നത് 4p² ഈക്വൽ ടു p² എത്ര കിട്ടും? p² ഈക്വൽ ടു 3/4. സോ യു വിൽ ബി ഗെറ്റിംഗ് p ആസ് അല്ല, p² ഈക്വൽ ടു 3/4 അല്ല, 4/3 അല്ലേ? യു വിൽ ബി ഗെറ്റിംഗ് 2/√3. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം പീൻ്റെ വാല്യൂ എത്ര? 2/√3. ക്ലിയർ? ഇത്തരത്തിലാണ് നമ്മൾ ഈ പ്രോബ്ലത്തിനെ വലിയ പ്രോബ്ലം ഒന്നുമല്ല, പക്ഷെ നമുക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഞാൻ പതുക്കെ അത് ഡിഫൈൻ ചെയ്ത് വരുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആവണം, അതുകൊണ്ടാണ് ഒന്നും കൂടി അത് ഡിഫൈൻ ചെയ്തത്. ക്ലിയർ അല്ലേ ഇത്? കാരണം നമുക്ക് ഈ രണ്ട് വാല്യൂസാണ് ഇത് വരുന്നത്. ഇവിടെ ഒറ്റ കാര്യം ഓർക്കാനുള്ളത്, അതായത് നമ്മൾ വെറുതെ ഔട്ട്പുട്ടിൻ്റെ ഈ ഫംഗ്ഷനാണ് വരുന്നതെങ്കിൽ വെറുതെ നമുക്ക് ഈ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ പോരാ, നമ്മൾ ഈ ആംപ്ലിറ്റ്യൂഡ് കൊണ്ട് ഇൻപുട്ടിന് ആംപ്ലിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് അത് പിന്നെയും റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് ഓർഡർ സിസ്റ്റമാണ് എടുക്കേണ്ടത്. ഓക്കെ, സെക്കൻഡ് ഓർഡർ സിസ്റ്റം തൊട്ട് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ കോറിലേക്ക് കടക്കുവാണ്. ഇത്രയും നേരം എടുത്തതിൻ്റെ ബേസിക്സ് ആണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഓർഡർ സിസ്റ്റം തൊട്ട് അതിന് മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മളതിൻ്റെ അടുത്ത ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ബേസിക് കാര്യങ്ങളായിട്ട് നമുക്ക് വരും. സോ ആ ഫ്രീക്വൻസി റെസ്പോൺസ് കഴിഞ്ഞാലാണ് നമ്മൾ ബോഡേ പ്ലോട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? കടക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ സെക്കൻഡ് ഓർഡർ റെസ്പോൺസും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.